2024 ജനുവരി 1 ലോകം മുഴുവൻ പുതുവർഷം ആഘോഷിച്ചപ്പോൾ ജപ്പാനിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭയാനകമായ ഭൂകമ്പമുണ്ടായി. ഇതിനു പിന്നാലെ ചെറുതും വലുതുമായ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഒരു ദിവസത്തിനുള്ളിൽ 155-ലധികം ഭൂകമ്പങ്ങൾക്ക് സാക്ഷിയായി ജപ്പാൻ. ഇക്കാരണത്താൽ ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്ത് 1 മീറ്ററോളം ഉയരമുള്ള കടൽ തിരമാലകൾ അടിച്ചു. ജപ്പാനിലെ കാലാവസ്ഥ ഏജൻസിയും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡസൻ കണക്കിന് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ചിലയിടങ്ങളിൽ തീപിടർന്നു. ജനുവരി 2 വരെ 55 പേർ മരിച്ചതായി പ്രഖ്യാപിച്ചു. ഒരു വലിയ ചോദ്യം ഇവിടെ ഉയരുന്നു. എന്തുകൊണ്ടാണ് ജപ്പാനിൽ ഇത്രയധികം ഭൂകമ്പങ്ങളും സുനാമികളും ഉണ്ടാകുന്നത്? ഈ വീഡിയോയിൽ നമുക്കിത് മനസ്സിലാക്കാം. ജപ്പാനിൽ ഇപ്പോൾ ഉണ്ടായ ഭൂകമ്പത്തിന് ദ 2024 സീ ഓഫ് ജപ്പാൻ എർത്ത്ക്വേക്ക് അഥവാ നോട്ടോ പെനിൻസുല എർത്ത്ക്വേക്ക് എന്നാണ് പേര്. സ്ക്രീനിൽ ഈ മാപ്പിൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ സ്ഥാനം കാണാൻ കഴിയും. ജപ്പാനിൽ നോട്ടോ പെനിൻസുല എന്നൊരു പ്രദേശമുണ്ട്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുണ്ട് ഭൂമി. ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ജപ്പാൻ കടലിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്ന് 500 കിലോമീറ്റർ അകലെയാണിത്. എന്നിരുന്നാലും ടോക്കിയോയിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഈ മാപ്പ് നോക്കൂ. ഭൂമിയുടെ 16 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഭൂപടമാണിത്. മേജർ ടെക്ടോണിക് പ്ലേറ്റുകളുടെ എണ്ണം ഭൂമിയിൽ 7 ആണ്. മൈനർ ടെക്ടോണിക് പ്ലേറ്റുകൾ ധാരാളം. അതിൽ ഏറ്റവും വലുത് പസഫിക് ആണ്. ഭൂമിയുടെ ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്ന് നിർമ്മിച്ച ഭൂമിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ. മാൻഡിലിനുള്ളിലെ ഉഗ്രമായ ചൂടാണ് ടെക്ടോണിക് പ്ലേറ്റുകളെ സാവധാനത്തിൽ ചലിപ്പിക്കുന്നത്. അവ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. അതിനാൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ അതിരുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. പസഫിക് പ്ലേറ്റ്, ഫിലിപ്പൈൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്നിവയാണ് ആ 4 പ്ലേറ്റുകൾ. ജപ്പാനിൽ ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. ഏറ്റവും കൂടുതൽ ടെക്ടോണിക് പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നടക്കുന്നത് പസഫിക് പ്ലേറ്റിലാണ്. പസഫിക് പ്ലേറ്റിന്റെ അതിർത്തി പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത്. പസഫിക് പ്ലേറ്റിന്റെ അതിർത്തി ജപ്പാനിൽ വരുന്നതിനാൽ ഇവിടെ കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഹിമാലയൻ പർവ്വതനിരകൾക്കിടയിൽ നേപ്പാളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റ്സ് നേപ്പാളിൽ വിനാശകരമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നതുപോലെ നിങ്ങൾ അപൂർവമായി ഭൂകമ്പങ്ങൾ കാണുന്ന ഓസ്ട്രേലിയ, റഷ്യ അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള പ്രദേശങ്ങളുമായി ഇത് താരതമ്യം ചെയ്യുക. ഓസ്ട്രേലിയയിൽ ഒരു ഭീകരമായ ഭൂകമ്പത്തെക്കുറിച്ച് നിങ്ങൾ അവസാനമായി കേട്ടത് എപ്പോഴാണ്? ഓസ്ട്രേലിയയിൽ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, ടെക്ടോണിക് പ്ലേറ്റുകളുടെ മധ്യഭാഗത്തായി കിടക്കുന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ ആവൃത്തിയിൽ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ചലിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധതരം പ്ലേറ്റ് ബൗണ്ടറികൾ രൂപപ്പെടാം. 1. 2 പ്ലേറ്റുകൾ പരസ്പരം കൂടിച്ചേരുന്ന കൺവേർജന്റ് ബൗണ്ടറി. 2 പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്ന ഡൈവേർജന്റ് ബൗണ്ടറി. 3. 2 പ്ലേറ്റുകൾ പരസ്പരം ഉരസി നീങ്ങുന്ന ഷിയർ അഥവാ ട്രാൻസ്ഫോം ബൗണ്ടറി. ഇവയിൽ ഏറ്റവും അപകടകരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് കൺവേർജന്റ് ബൗണ്ടറികൾ രൂപപ്പെടുമ്പോഴാണ്. കൂടാതെ പസഫിക് പ്ലേറ്റിന്റെ അതിർത്തി ഒരു കൺവേർജന്റ് ബൗണ്ടറി കൂടിയാണ്. ഇവിടെ സബ്ഡക്ഷൻ സോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മേഖലയുണ്ട്. ഒരു പ്ലേറ്റ് മറ്റൊന്നുമായി കൂട്ടിയിടിക്കുമ്പോൾ ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞതിനടിയിലേക്ക് താണു പോകുന്നു. ഇതാണ് സബ്ഡക്ഷൻ സോൺ. സബ്ഡക്ഷൻ സോൺ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ കടലിൽ വെച്ച് 2 പ്ലേറ്റുകളുടെ അതിരുകൾ കൂടിച്ചേരുമ്പോൾ ഒന്ന് താഴ്ന്നു പോവുകയും ആഴത്തിലുള്ള ഗർത്തം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതിനെ ട്രെഞ്ച് എന്ന് വിളിക്കുന്നു. ഈ അണ്ടർ വാട്ടർ ട്രെഞ്ചുകൾ പലപ്പോഴും സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമാണ്. ചുറ്റുമുള്ള കടൽ തീരത്തേക്കാൾ 3 മുതൽ 4 കിലോമീറ്റർ വരെ ആഴത്തിലാകാം. കടലിനടിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം മരിയാന ട്രെഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തത്തിന്റെ ആഴം 11.034 കിലോമീറ്റർ ആണ്. പക്ഷേ ജപ്പാന്റെ കിഴക്കൻ ഭാഗത്ത് ജപ്പാൻ ട്രെഞ്ച് എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള ഒരു ട്രെഞ്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. ഇതിന്റെ ആഴം 8.4 കിലോമീറ്റർ ആണ്. ഇത്രയും ആഴക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടലിന്റെ ആഴം ഈ മാപ്പ് കാണിക്കുന്നു. ഇളം നിറം സമുദ്രത്തിന് ആഴം കുറയുന്നതും ഇരുണ്ട നിറം സമുദ്രത്തിന്റെ ആഴം കൂടുന്നതുമാണ് കാണിക്കുന്നത്. ഇന്ത്യൻ തീരപ്രദേശങ്ങൾ, ആഫ്രിക്കൻ തീരപ്രദേശങ്ങൾ, തെക്കേ അമേരിക്കൻ തീരപ്രദേശങ്ങൾ എന്നിവ ഇളം നിറത്തിൽ കാണിച്ചിരിക്കുന്നു. എന്നാൽ സൂം ഇൻ ചെയ്ത് ജപ്പാനിലേക്ക് നോക്കൂ. ജപ്പാന്റെ വലതുവശത്ത് ഒരു വലിയ ഇരുണ്ട പ്രദേശമുണ്ട്. ഇതാണ് ജപ്പാൻ ട്രെഞ്ച്.
അതിലൂടെ നമ്മുടെ സാങ്കല്പിക റിംഗ് ഓഫ് ഫയർ കടന്നുപോകുന്നു, പസഫിക് റിംഗ് ഓഫ് ഫയർ. ടെക്ടോണിക് പ്ലേറ്റിന്റെ ചലനം കാരണം അത്തരം ഭയാനകമായ ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നു. കടൽ ഇവിടെ വളരെ ആഴത്തിലാണ്. മിക്ക അഗ്നിപർവ്വതങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അതിനാൽ ഏറ്റവും കൂടുതൽ സുനാമികൾ ഉണ്ടാകുന്ന പ്രദേശം ജപ്പാനാണ്. വാസ്തവത്തിൽ സുനാമി എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് വന്നത്. തുറമുഖ തരംഗം അഥവാ ഹാർബർ വേവ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. ജപ്പാനിൽ ഇത്രയധികം സുനാമികൾ ഉണ്ടായതിനാൽ ജാപ്പനീസ് സുനാമിയുടെ വാർത്ത ലോകമെമ്പാടും പരന്നപ്പോൾ സുനാമി എന്ന വാക്ക് പ്രചാരത്തിലായി. ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്രയും അധികം ഭൂകമ്പങ്ങളെയും നാശനഷ്ടങ്ങളെയും സുനാമികളെയും അഭിമുഖീകരിക്കുന്ന ജപ്പാൻ ജനതയുടെ ആത്മവീര്യത്തെ പ്രശംസിക്കാതെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തും. ജനജീവിതം പഴയ പോലെ വീണ്ടെടുക്കും. ഇതവർക്ക് സാധാരണമാണ്. തങ്ങൾക്ക് നേരിട്ട വിഷമങ്ങളെക്കുറിച്ച് പരിതപിക്കാതെ, വിഷമിക്കാതെ വീണ്ടും പുതിയ നല്ല ദിനങ്ങൾ സ്വപ്നം കണ്ട് അവർ മുന്നോട്ട് തന്നെ പോകും. ആ ജനതയ്ക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.